അടുത്ത നമ്മൾ പേ ക്യാഷ് മെനു ആണ് ചൂസ് ചെയ്യുന്നത്. പേ ക്യാഷ് മെനുവിൽ നമ്മുടെ സെൻറ്ററിൻ്റെ പേയ്മെൻറ്റ്സ് ജനറേറ്റ് ചെയ്ത പേയ്മെൻറ്റ്സ് ലിസ്റ്റ് ചെയ്തിട്ടും വരും. ദെൻ സെലക്ട് പേയ്മെൻറ്റ് ടൈപ്പിൽ നമുക്ക് ഓരോ ടൈപ്സ് ചൂസ് ചെയ്യാനും പറ്റും. ഇവിടെ നമ്മൾ അതർ പേയ്മെൻറ്റ്സ് ചൂസ് ചെയ്തു, പേ ബാലൻസ് ആണത്, പേ ബാലൻസ് ചൂസ് ചെയ്തു. അപ്പോൾ നമുക്കൊരു കൺഫർമേഷൻ വന്നു. അവിടുന്ന് കൺഫേം ചെയ്ത് കഴിയുമ്പോൾ അത് പേയ്മെൻറ്റിലോട്ട് പോയി. പേയ്മെൻറ്റ് നമ്മൾ ചൂസ് ചെയ്യുന്നു, പാർഷ്യലാണോ ഫുള്ളാണോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൽ പേയിങ് എമൗണ്ട് ചൂസ് ചെയ്തു, നമ്മൾ പേ ചെയ്തു. ദെൻ നമ്മൾ പേ ക്യാഷ് അഗൈൻ റീഫ്രഷ് ചെയ്ത് കഴിയുമ്പോൾ ആ അതർ പേയ്മെൻറ്റ്സിൽ പെൻഡിങ് എമൗണ്ട് റീഫ്രഷായി 2900 വന്നിട്ടുണ്ടാവും. ദെൻ നമ്മൾ അടുത്തതായിട്ട് സർവീസ് ചാർജ് പ്രിൻ്ററിൻ്റെ പേ ചെയ്യുവാണ്. അവിടുന്ന് പേ ബാലൻസ് ചൂസ് ചെയ്തു, കൺഫേം കൊടുത്തു. കൺഫേം ചെയ്ത് നമ്മൾ പേയ്മെൻറ്റ് പോയി, പേ ആൻഡ് ക്ലോസ് കൊടുത്തു. ദെൻ നമ്മൾ പേ ക്യാഷ് റീഫ്രഷ് ചെയ്യുമ്പോൾ സർവീസ് ചാർജിൽ പ്രിൻ്ററിൻ്റെ അത് റിമൂവ് ആയിട്ടുണ്ടാവും. ദെൻ അടുത്തത് സെലക്ട് പേയ്മെൻറ്റ് ടൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അവിടെ നമ്മൾ യൂട്ടിലിറ്റി ബിൽസ്, റെൻറ്റ്, സർവീസ് ചാർജ്, അതർ എക്സ്പെൻസ്, സ്റ്റേഷനറി, അതാണ് അത്രയും ടൈപ്സ് നമ്മൾ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ യൂട്ടിലിറ്റി ബില്ലാണ് ചൂസ് ചെയ്തേക്കുന്നത്. യൂട്ടിലിറ്റി ബില്ലിൽ ആഡ് യൂട്ടിലിറ്റി ബിൽ ബേസിക്സ്, യൂട്ടിലിറ്റി ബിൽസ്, വ്യൂ പേയ്മെൻറ്റ്സ്, ദെൻ പേയ്മെൻറ്റ് റിപ്പോർട്ട്സ്, അങ്ങനെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ പേയ്മെൻറ്റ് റിപ്പോർട്ടിൽ നമ്മൾ ഇതിന് മുന്നേ പേ ചെയ്തത് ലിസ്റ്റ് ചെയ്യും. ആഡ് യൂട്ടിലിറ്റി ബിൽസിൽ നമുക്ക് യൂട്ടിലിറ്റി ബിൽ ആഡ് ചെയ്യാൻ പറ്റും. യൂട്ടിലിറ്റി ബിൽസ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്ത് യൂട്ടിലിറ്റി ബില്ല് ലിസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് ബില്ല് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ യൂട്ടിലിറ്റി ബില്ലിൻ്റെ അക്കൗണ്ട് നെയിമാണ് എഡിറ്റ് ചെയ്യുന്നത്. 200 എന്നുള്ളത് മാറ്റി നമ്മൾ അക്ഷയ ഇലക്ട്രിസിറ്റി ബില്ലെന്ന് നമ്മൾ കൊടുത്തു. അപ്പോൾ അത് 200 മാറി അക്ഷയ ഇലക്ട്രിസിറ്റി ബില്ലെന്ന് അപ്ഡേറ്റ് ആയിട്ട് നമ്മുടെ യൂട്ടിലിറ്റി ബില്ലിൻ്റെ അക്കൗണ്ട്സിൽ വരും, ഇപ്പോൾ കാണുന്ന പോലെ. ദെൻ നമുക്ക് ജനറേറ്റ് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യാം. ജനറേറ്റ് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ കറണ്ട് യൂട്ടിലിറ്റി ബില്ലിൻ്റെ ആണ് നമ്മൾ ജനറേറ്റ് ചെയ്ത് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ജൂൺ നമ്മൾ സെലക്ട് ചെയ്ത ഓൾറെഡി ജനറേറ്റഡ് ആണ്. സോ നമ്മൾ വേറെ ഒരെണ്ണം ചൂസ് ചെയ്തു. അവിടുന്ന് നമ്മൾ കൺഫേം പേ ചെയ്തു. അവിടെ നമ്മൾ ഈ ബിൽ യൂട്ടിലിറ്റി എമൗണ്ട് എൻ്റർ ചെയ്യണം. ആ ബിൽ എമൗണ്ട് നമ്മൾ എൻ്റർ ചെയ്തു. അപ്പം നമ്മൾ നേരത്തെ പെൻഡിങ് ആയ ആ പൈസേൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്ത് 1019 വന്നു. അവിടുന്ന് നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ അത് പെൻഡിങ് പേയ്മെൻറ്റ്സിലോട്ട് പോകും, ജനറേറ്റഡ് പെൻഡിങ് പേയ്മെൻറ്റ്സിലോട്ട് പോകും. അത് താഴെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ആഡ് ഓൺ ആയി വന്നത്. പേ ക്യാഷ് റീഫ്രഷ് ചെയ്ത് കഴിയുമ്പോൾ യൂട്ടിലിറ്റി ബില്ല് അക്ഷയ ഇലക്ട്രിസിറ്റി 1019 വന്നത് നമ്മൾ കാണുന്നുണ്ട്. ദെൻ നമ്മൾ റെൻറ്റ് അതുപോലെ സെലക്ട് ചെയ്തു. റെൻറ്റ് നമുക്കും സെയിം യൂട്ടിലിറ്റി പോലെ തന്നെയാണ് ചെയ്യുന്നത്. അത് സർവീസ് ചാർജിൽ വരുമ്പോൾ നമുക്ക് സർവീസ് കാറ്റഗറി ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ദെൻ റിക്വസ്റ്റ് സർവീസ് ചൂസ് ചെയ്യണം. ദെൻ അടുത്തത് അതർ എക്സ്പെൻസ് ആണ്. അതർ എക്സ്പെൻസ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ന്യൂ പേയ്മെൻറ്റ്സ് ക്ലിക്ക് ചെയ്യണം. സ്റ്റേഷനറിയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ സ്റ്റേഷനറിയിൽ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തത് സാധനം നമുക്ക് പർച്ചേസ് ചെയ്യാനും പറ്റും. പിന്നെ നമുക്ക് പുതിയ സ്റ്റേഷനറി ഐറ്റംസ് ആഡ് ചെയ്യാനും പറ്റും. അങ്ങനെയാണ് നമ്മുടെ പേ ക്യാഷ് മെനു നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്.